ഒരു ഫാർമസിസ്റ്റിന്റെ സാലറി എത്താൻ നമ്മൾ ബി ഫാം കഴിഞ്ഞ് എം ഫാം കഴിഞ്ഞ് ഫാം ഡി കഴിഞ്ഞ് നമ്മളൊരു DH MOH എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ UAE വന്നു കഴിഞ്ഞാൽ ഒരു ഫാർമസിസ്റ്റിന് എത്ര സാലറി കിട്ടും, അതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. നമ്മൾ ഡിപ്ലോമ പഠിച്ചവരുണ്ടാവാം, ബി ഫാം പഠിച്ചവരുണ്ടാവാം, എം ഫാം കഴിഞ്ഞവരുണ്ടാവാം, ഫാം ഡി കഴിഞ്ഞവരുണ്ടാവും, അതും കഴിഞ്ഞ് PhD എടുത്തവർ വരെ ഉണ്ടാവും. അപ്പോൾ ഇത് പഠിച്ചത് കൊണ്ട് സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് വല്ല സ്കോപ്പ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ട്. കാരണം ഹെൽത്ത് കെയർ ഫീൽഡാണ്. അനുദിനം നമ്മുടെ ഫീൽഡ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും മുക്കിലും മൂലക്കും വരാൻ തുടങ്ങി. കാരണം രോഗികളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ സ്കോപ്പിന് കുറവൊന്നുമില്ല. പക്ഷെ ആർക്കാണ് ഈ സ്കോപ്പ്? ഇതിലുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറിയാണ് എല്ലാവരുടെയും മെയിൻ പ്രശ്നം. അപ്പം നമുക്ക് ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മിനിമം എത്ര സാലറി ഇനീഷ്യലി കിട്ടും, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ എത്ര സാലറി കിട്ടും. അപ്പം ഞാൻ ഈ കാറ്റഗറിനെ 20:80 എന്നുള്ളതിൽ ഡിവൈഡ് ചെയ്യുകയാണ്. അതിൽ ഈ 80% ആളുകൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 20% ഞാൻ ഈ പറയുന്നതൊക്കെ വെറുതെയാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഇന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റിമൈനിങ് 20%ലാണ്. അത് നിങ്ങൾ ലക്കിയാണ്. കാരണം നിങ്ങൾക്ക് ഈ ചില ആളുകൾക്ക് ഉണ്ടാവും ഞാൻ ഈ പറയുന്നതിലൊന്നും പെടാതെ നല്ല സാലറിയും നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അത് നിങ്ങൾ ഈ 20%ലാണ്, നിങ്ങളെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ റിമൈനിങ് 80% ആളുകൾ ഫേസ് ചെയ്യുന്ന അവർക്ക് എത്ര സാലറി കിട്ടും, അവരുടെ സ്കോപ്പ് കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിനി ഫാർമസിസ്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ട്രെയിനി ഫാർമസിസ്റ്റ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ട്രെയിനി ഫാർമസിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി ഫാം കഴിഞ്ഞ് നാട്ടിൽ എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവാതെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫാർമസിയിൽ ട്രെയിനി ആയിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സാലറി എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 1500 മുതൽ 2000 ദിർഹംസ് വരെയാണ്. ഇനി ഫാർമസി ടെക്നീഷ്യൻ കാറ്റഗറി, അതായത് ഡിപ്ലോമ കഴിഞ്ഞ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയി എക്സാം ഒക്കെ എഴുതി വന്നു കഴിഞ്ഞാൽ ഇനീഷ്യൽ സാലറി എന്ന് പറയുന്നത് 2000 ദിർഹംസ് മുതൽ 2500 ദിർഹംസ് വരെയാണ് നമ്മളെ ഒരു ഇപ്പോഴത്തെ മാർക്കറ്റ്. അതുപോലെ തന്നെ ബി ഫാം, എം ഫാം, ഫാം ഡി, PhD കഴിഞ്ഞവർക്കാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞു എക്സാം DH MOH ഹാദ് എക്സാം ഒക്കെ എഴുതി വന്നു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ഇനീഷ്യൽ സാലറി റേഞ്ച് എന്ന് പറയുന്നത് 2500 ദിർഹംസ് മുതൽ 3000 ദിർഹംസ് വരെ. അതിൽ കൂടുതലൊന്നും ഇപ്പോൾ കൊടുക്കുന്നത് വളരെ കുറവാണ്. അതായത് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ആ റിമൈനിങ് 20% ആളുകൾക്കായിരിക്കും. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്. 1 വർഷം 2 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിന് കിട്ടുന്ന സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4000 ദിർഹംസ് മുതൽ 4500 ദിർഹംസ്. ഇതിൽ കൂടുതലൊന്നും ഒരു ഫാർമസിക്കാരും ഓഫർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ മുന്നത്തെ കമ്പനിയിൽ എനിക്ക് 6500 ദിർഹംസ് ആയിരുന്നു ലാസ്റ്റ് സാലറി, അല്ലെങ്കിൽ 6000 ആയിരുന്നു ലാസ്റ്റ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് വേറെ ജോലി കിട്ടുമ്പോൾ ഈ 4000-4500 ഓഫർ ചെയ്യുന്നത്. അതിൽ കൂടുതലൊന്നും ഇപ്പോൾ ആരും ഓഫർ ചെയ്യുന്നില്ല. അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫീൽഡിലുള്ള സാച്ചുറേഷനാണ്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏകദേശം 2400 ഫാർമസി കോളേജുകളുണ്ട്. 170 ഗവൺമെൻറ് കോളേജുകളും ബാക്കിയെല്ലാം പ്രൈവറ്റും. ഇതിൽ പെടാത്ത, ഇത് ഞാൻ PCI അപ്രൂവലുള്ള ഫാർമസി കോളേജുകളുടെ ഒരു കണക്കാണ് ഏകദേശം. ഇതില്ലാത്തത് ഏകദേശം 4500 മുതൽ 5000 കോളേജുകൾ വരെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബാച്ചിൽ, ഒരു ബി ഫാമിൻ്റെ ബാച്ചിൽ ഒരു 60 സ്റ്റുഡൻസ് ഒരു വർഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം 1,60,000 സ്റ്റുഡൻസ് ഒരു വർഷം പാസ് ഔട്ട് ആകുന്നുണ്ട്. അത് ബി ഫാം, അതുപോലെ ഡിപ്ലോമയിൽ വരുന്നുണ്ട്, ഫാം ഡി കഴിഞ്ഞവർ വരുന്നുണ്ട്, എം ഫാം എടുക്കുന്നവർ വരുന്നുണ്ട്. അപ്പം ഈ ഫീൽഡിലുള്ള ആളുകൾ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് പഠിച്ചിറങ്ങുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളത് കണക്ക് മാത്രം. അതുപോലെ പാകിസ്ഥാനിൽ നിന്നുണ്ട്, ബംഗ്ലാദേശിൽ നിന്നുണ്ട്, ഈജിപ്തിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ ഈ അറബ് കൺട്രിയിൽ UAE, ഖത്തർ, ഇതൊക്കെ ഇപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസും ഇതെല്ലാം പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ സ്വദേശിവൽക്കരണം, അവരെ സ്റ്റാഫിനാണ് അവർ മുൻഗണന കൊടുക്കുന്നത് അവരുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ. അപ്പം സാച്ചുറേഷൻ വളരെ കൂടുതലാണ്. എല്ലാവരും ഈ കോഴ്സ് പഠിച്ചതുകൊണ്ട് തന്നെ ഡിമാൻഡ് എന്ന് പറഞ്ഞ സംഭവം തീരെ ഇല്ല ഫാർമസിസ്റ്റിന്. അപ്പം നമുക്ക് ഇനീഷ്യലി 2000 ദിർഹംസ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കയറൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറാൻ വേറെ ആൾക്കാരുണ്ട്. മറ്റ് രാജ്യക്കാർക്ക് 2000-2500 ദിർഹംസിനൊക്കെ ജോലി ചെയ്യാൻ റെഡിയാണ്. അപ്പം നമ്മളെ ഫീൽഡിനുള്ള മെയിൻ പ്രശ്നം ഇതാണ്, സാലറി കിട്ടാത്തതിൻ്റെ, സാലറി കൂടാത്തതിൻ്റെ. കാരണം 2500 ഓഫർ ചെയ്ത് കഴിഞ്ഞാലും അതിനും ആളുകൾ കയറാൻ തയ്യാറാണ്. കാരണം അത്രയും ആളുകൾ ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫാർമസിസ്റ്റിന് 5000-6000 ഒക്കെ സാലറി മേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പ് ഫാർമസികളാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാൻ കാത്തിരിക്കുകയാണ് അവരെ ടെർമിനേറ്റ് ചെയ്യാൻ. ആ സാലറിക്ക് ഇപ്പോൾ 2-3 ആളുകളെ പുതിയ ഫ്രഷേഴ്സിനെ ബിഫാം കഴിഞ്ഞ് ലൈസൻസ് ആയിട്ടുള്ള ഫാർമസിസ്റ്റിന് അവർക്ക് കിട്ടുമെന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പോൾ അവർക്ക് ഈ ഹൈ സാലറി വാങ്ങുന്ന ആളുകളൊക്കെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സ്റ്റാഫിന് പകരം 3 സ്റ്റാഫിനെ വെക്കാം. ആ 6000 അല്ലെങ്കിൽ 7000 ദിർഹംസ് ഡിവൈഡ് ചെയ്തിട്ട് 3 സ്റ്റാഫിന് കിട്ടാനുണ്ട്. കാരണം ആളുകൾ കയറാനുണ്ട്. നമ്മൾ കയറിയിട്ടില്ലെങ്കിലും വേറെ ആളുകൾ അപ്പുറത്തുനിന്ന് കയറും. അപ്പോൾ അവർക്ക് ആളെ കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫീൽഡിന് ഇത്രയും ഡിമാൻഡ് ഇപ്പോൾ കുറഞ്ഞത്. അതുപോലെ തന്നെ ചില ആളുകൾക്കുള്ള ഒരു സംശയമാണ്, ഇൻഡിവിജ്വൽ ഫാർമസിയിൽ കയറുന്നതാണോ നല്ലത്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫാർമസികളിൽ കയറുന്നതാണോ നല്ലത്? പിന്നെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും 2 ടൈപ്പ് കൾച്ചറാണ്. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഫാർമസിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ലെവലിൽ എങ്ങനെയാണ് കാര്യങ്ങൾ, പങ്ക്ച്വാലിറ്റി, ടൈമിങ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് മാനേജേഴ്സ് ഉണ്ടാവും നിങ്ങളുടെ മുകളിൽ. സ്റ്റോർ മാനേജർ മുതൽ ഏരിയ മാനേജർ, സോണൽ മാനേജർ, ജനറൽ മാനേജർ, അങ്ങനെ ഒരുപാട് കാറ്റഗറി നിങ്ങൾക്ക് ഉണ്ടാവും. സിംഗിൾ ഫാർമസിയിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് റിപ്പോർട്ടിങ് ആ ഫാർമസിൻ്റെ ഓണർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഒരു ലീവോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കിട്ടും. മറ്റേ ഗ്രൂപ്പ് ഫാർമസിയിൽ കോർപ്പറേറ്റ് ലെവലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലീവോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 മാനേജർ കയ്യും കാലും പിടിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ലീവ് കാര്യങ്ങൾ കിട്ടുക. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫാർമസിയിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എങ്ങനെയാണ് പർച്ചേസിങ് വരുന്നത്, എങ്ങനെയാണ് പ്രോഡക്റ്റിന് ഓഫറുകൾ, ബോണസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഡയറക്റ്റ് ഡീലിംഗ് ആയിരിക്കും. മറ്റേത് നിങ്ങൾക്ക് അവരുടെ സെൻട്രൽ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റോക്ക് വരും. ജസ്റ്റ് സിസ്റ്റത്തിൽ ഇൻ ചെയ്യുക, സ്റ്റിക്കർ ഒട്ടിക്കുക, റാക്കിൽ വെക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഫാർമസി ഫീൽഡിലൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഒരു സിംഗിൾ ഫാർമസിയിൽ കയറിയിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതായിരിക്കും. ഒന്നാമത്തെ റീസൺ ഞാൻ പറഞ്ഞു, സാച്ചുറേഷൻ. നമ്മുടെ ഫീൽഡിലുള്ള ഡിമാൻഡ് കുറഞ്ഞു, അതായത് ആളുകൾ ഇഷ്ടം പോലെ കിട്ടാണ്ട്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിൽഡിങ്, നമ്മളൊരു ഏരിയ എടുത്ത് നോക്കിയാൽ 10, 20, 30 ഫാർമസികൾ ആ ഏരിയയിൽ തന്നെ ഉണ്ടാവും. അപ്പം ഭയങ്കര കോമ്പറ്റീഷനാണ് ഫാർമസി ഫീൽഡിൽ. അപ്പം ഇവർക്ക് പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് കട്ട് ചെയ്യണം. എക്സ്പെൻസ് എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ പല ഫാർമസികളും 1500, 2000, 2500 ഡെയിലി സെയിലാണ് പല ഫാർമസികളും ഓടുന്നത്. അപ്പോൾ അവർക്ക് ഹൈ സാലറി കൊടുത്തിട്ട് ഒരു സ്റ്റാഫിനെ നിർത്താനൊന്നും അവർക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 2000, 2500, 3000 ദിർഹംസ് മാക്സിമം അവർ ഓഫർ ചെയ്യും. അത് തന്നെ ഒരു ഫാർമസിയിൽ ചിലപ്പോൾ 2 സ്റ്റാഫേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരാൾ ലീവ് എടുക്കുന്നതെന്ന് മറ്റേ ആൾ രാവിലെ മുതൽ രാത്രി വരെ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. ഒരാൾ വെക്കേഷനിൽ പോകുമ്പോൾ മറ്റേ ആൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു മാസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളുകളെയാണ് ഇപ്പോൾ ഫാർമസിക്കാർ അല്ലെങ്കിൽ ഫാർമസി ഓണേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. പഠിച്ചു കഴിഞ്ഞു, അപ്പോൾ നമ്മൾ എക്സാമൊക്കെ എഴുതി DH എക്സാം. അപ്പോൾ നമുക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ, കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാർമസികളിലൊക്കെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെ ഇൻ്റർവ്യൂ ലെവലിൽ നമ്മൾ പാസ്സാവണം. അപ്പോൾ അവരെ ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിംഗ് ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തവർക്കറിയാം, ഫസ്റ്റ് അവർ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും. കാരണം 10, 200, 300 ആളുകൾ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടാവും. വാക്കിംഗ് ഇൻ്റർവ്യൂവിനൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 20 ആൾ 25 ആളെ വെച്ച് ഇവർ ഗ്രൂപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ഒരു ഡിബേറ്റ് സെക്ഷനാണ് ഇപ്പോൾ കോമൺലി കണ്ടുവരുന്നത്. അതായത് നമുക്ക് 1-2 ടോപ്പിക്ക് തരും. ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഡിബേറ്റ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിനകത്ത് ആ ഡിബേറ്റിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന ആളുകളായിരിക്കും അടുത്ത റൗണ്ടിക്ക് സെലക്ട് ചെയ്യുക. അപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്രക്കും ഉണ്ടായിരിക്കണം, ലാംഗ്വേജ് അത്രക്കും ഓക്കെ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഡിബേറ്റിൻ്റെ സമയത്ത് ഒരു പോയിന്റ് പറയാതെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവർ ആ ഗ്രൂപ്പിനകത്ത് നിന്ന് 25 ആളെടുത്ത് നിന്ന് 1-2 ആളുകൾ നല്ല പെർഫോം ചെയ്യുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ അപ്പുറത്ത് പെർഫോം ചെയ്ത വേറെ ആളുകളുണ്ടാവും. അവരെ അടുത്ത റൗണ്ടിക്ക് ചൂസ് ചെയ്യും. അവിടെ പേഴ്സണൽ ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഇവർക്ക് 1-2 സ്റ്റാഫിന് വേണമെന്നുണ്ടെങ്കിലും 200-300 ആളുകളെ ഇവർ ഇൻ്റർവ്യൂ ചെയ്തിട്ട് സോർട്ട് ചെയ്തിട്ടായിരിക്കും ലാസ്റ്റ് എത്തുക. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസിസ്റ്റിൻ്റെ ലൈസൻസ്, ഇയർലി ലൈസൻസ്, നമ്മുടെ ലൈസൻസൊക്കെ ഫാർമസി ഓണേഴ്സ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ നമ്മുടെ ഫെസിലിറ്റി ആയിരുന്നു റിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി, അതെല്ലാം നമ്മൾ തന്നെ ഓൺ എക്സ്പെൻസിൽ റിന്യൂ ചെയ്യണം എന്ന സ്ഥിതിയിലേക്ക് എത്തി. കാരണം ഫെസിലിറ്റിക്കാർക്ക് അത് ആ എക്സ്പെൻസ് എടുക്കില്ല, അത് നിങ്ങൾ തന്നെ എടുക്കണം എന്നുള്ള ലെവലിലെത്തി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇനി വിസി നിങ്ങൾ തന്നെ എടുക്കണം. കാരണം അതൊക്കെ അവർ പറയുന്ന കണ്ടീഷൻസിന് ആളുകൾ കയറാൻ തയ്യാറാണ് ഈ പറഞ്ഞ സാച്ചുറേഷൻ കാരണം.
അതുപോലെ തന്നെ പല ഫാർമസിക്കാരും ഫാർമസി ഓണേഴ്സും നമ്മളെ വിളിക്കാറുണ്ട് ഫാർമസിസ്റ്റ് ഉണ്ടോ ചോദിച്ചിട്ട്. അപ്പോൾ അവരെല്ലാം പ്രിഫർ ചെയ്യുന്നത് മെയിൽ ഫാർമസിസ്റ്റിനാണ്. ഇതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫ്ലെക്സിബിലിറ്റിയാണ്. ഫ്ലെക്സിബിലിറ്റി ഞാൻ അതിൻ്റെ ട്രൂത്ത് പറയാം. ഓരോ ഫാർമസിക്കാർ പറയും ഒരു ലേഡീസിനെ അല്ലെങ്കിൽ ഫീമെയിലിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം 3-4 മാസം കൊണ്ട് പ്രഗ്നൻ്റ് ആവും. പിന്നെ അവർക്ക് ലീവ് വേണം. ചില ഫാർമസിസ്റ്റിന് അല്ലെങ്കിൽ ഫീമെയിൽസിന് കുട്ടികളുണ്ടാവും. അപ്പം അവർക്ക് ഇന്ന ഷിഫ്റ്റ് വേണം. ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇന്ന ഷിഫ്റ്റ് വേണം. എനിക്ക് ആ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഈ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അവരുടെ ഹസ്ബൻഡിന് സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ലീവായിരിക്കും, എനിക്ക് അന്ന് ലീവ് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഈ ഫാർമസി ഓണേഴ്സ് ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതാണ് ട്രൂത്ത്. അവർ പറയുന്ന റീസൺ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൽ ഫാർമസിസ്റ്റ് മതി. ഇനി ഇല്ല എന്നല്ല, ഫീമെയിൽസിന് സ്കോപ്പ് ഇല്ല എന്നല്ല, ഒരുപാട് ആളുകൾ ഗ്രൂപ്പ് ഫാർമസിയിൽ നമുക്ക് കാണാം ഫീമെയിൽസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ പറഞ്ഞ ഒരു ഇഷ്യൂ ആണ് അവർക്ക് ഫ്ലെക്സിബിലിറ്റിൻ്റെ കാര്യത്തിൽ. ഇനി ഇൻ്റർവ്യൂവിൽ തന്നെ ചില HR കുറച്ച് ആളുകളുണ്ട്. ഫീമെയിൽസിന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് പല കാര്യങ്ങൾ അറിയണം. നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ, കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി, പ്രഗ്നൻ്റ് ആവാൻ പ്ലാൻ ഉണ്ടോ, കുട്ടികൾ എത്ര ഉണ്ട്, ഇനി അടുത്ത കുട്ടി എന്നാണ്. ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ചില ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഒരു മെയിൽ സ്റ്റാഫിന് അപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു സുഖം ഈ കാര്യങ്ങളൊക്കെ അറിയാൻ അത്രയേ ഉള്ളൂ. കാരണം അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. കാരണം നിങ്ങൾ പറയുന്ന ഷിഫ്റ്റിലും നിങ്ങൾ പറയുന്ന ടൈമിലും നിങ്ങൾ ഓഫർ ചെയ്യുന്ന സാലറിക്കും വർക്ക് ചെയ്യാൻ ഇവർ തയ്യാറായത് കൊണ്ടാണ് ഇവർ ഇൻ്റർവ്യൂവിന് വന്നത്. അത് പിന്നെ കുട്ടികൾ അല്ലെങ്കിൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ അവർ ഇൻറ്റേർണൽ ഇഷ്യൂസാണ്. അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. അവർ ഇൻറ്റേർണലി മാനേജ് ചെയ്യാൻ തയ്യാറായത് കൊണ്ടാണ് അവർ നിങ്ങളെ മുന്നിൽ ഇൻ്റർവ്യൂക്ക് വന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളും ശ്രദ്ധിക്കുക. അപ്പം ഇനി ബി-ഫാം കാര്യങ്ങളൊക്കെ പഠിക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, എന്നിട്ട് കോഴ്സ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഇനി നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഇനി ഫ്യൂച്ചറിൽ സ്കോപ്പുള്ള ഒരുപാട് കോഴ്സുകൾ. ഓക്കെ, നമ്മൾ ഫ്യൂച്ചറിൽ ഇനി എന്താണ് സ്കോപ്പ് നോക്കിയിട്ട് കോഴ്സൊക്കെ തിരഞ്ഞെടുക്കുക. നമ്മളൊക്കെ ഏകദേശം സെമസ്റ്റർ ഇപ്പം ബി-ഫാമിനും അതുപോലെ തന്നെ ഫാം ഡിക്കൊക്കെ സെമസ്റ്ററുകളാണ്. അപ്പോൾ 6 മാസം കൂടുമ്പോൾ തിയറിയും പ്രാക്ടിക്കലൊക്കെ കണ്ടക്ട് ചെയ്യും. ഇതിൻ്റെ പുറമെ വൈവ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യും. ഏകദേശം 90-96 പേപ്പറുകൾ നമ്മൾ 4 വർഷം കൊണ്ട് എഴുതിയെടുക്കണം. മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ പഠിച്ച സമയത്ത് ഒരു വർഷം 6-7 പേപ്പർ, 28-29 പേപ്പർ, അതിൻ്റെ പ്രാക്ടിക്കൽ, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വൈവ, അതുപോലെ തന്നെ ലാബ് റെക്കോർഡ് കാര്യങ്ങൾ സൈൻ ചെയ്യിക്കണം. ഒരുപാട് അധ്യാപകരെ കയ്യും കാലും പിടിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി അതുപോലെ തന്നെ 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാക്കി DH MOH എക്സാം, ഹാദ് എക്സാം ഒക്കെ എഴുതി വന്നിട്ടുള്ള ഇപ്പോഴുള്ള മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥയാണ് ഇത്.